ഇത് തുളസിൻ്റെ ഇലയും കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ചിക്കുവിന് പനിയാണ്. അപ്പോൾ എനിക്കൊരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി കുറച്ച് മുഞ്ഞൻ്റെ ഇലയും കൂടെ പറിച്ചെടുക്കണം. ചിക്കു ഇന്നലെ മഴ ഫുള്ള് കൊണ്ടു. അപ്പോൾ ചിക്കുവിന് നല്ല പനി വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്കൊരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളെ മുഞ്ഞൻ്റെ ഇലയാണ് കേട്ടോ. നമ്മൾ പനിക്ക് നമ്മൾ കൊമ്പുളിയൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് പനിക്കുന്ന സമയത്ത് ഇതിൻ്റെ നീരൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ നമ്മൾ ഈ മുഞ്ഞൻ്റെ ഇല ഞരടിയിട്ടിട്ട് വെള്ളം വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കും കേട്ടോ. പിന്നെ ഇത് വരുന്നത് നമ്മളെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക ഉണ്ടല്ലോ. അപ്പോൾ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് കുറച്ച് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് തുളസിൻ്റെ ഇലയാണ്. നല്ല കൃഷ്ണ തുളസിയാണ്, കണ്ടില്ലേ, നല്ല കൃഷ്ണ തുളസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് ഒന്ന് ഊരിയെടുത്തിട്ട് ഇതാക്കണം. പിന്നെ ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വരാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഇലൻ്റെയൊക്കെ ഈ ഇലയൊക്കെ ഒന്ന് ഊരിയെടുക്കണം. നമുക്ക് ഇതിൻ്റെയൊക്കെ ഇല ഒന്ന് നുള്ളി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ച് വരാം. ഇപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ആ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയും തുളസിൻ്റെ ഇലയും മുഞ്ഞൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും 2 ചെറുനാരങ്ങയൊക്കെ കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടാണ് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ അരിപ്പയിൽ വെച്ച് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഷായാക്കിയിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചെടുക്കാം. അപ്പോൾ ജലദോഷം, പനി, തുമ്മൽ, വീട്ടുമാറാത്ത അലർജി അതിനൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പനി കമ്പ കിടക്കും. അപ്പോൾ കഫക്കെട്ട് ഉണ്ടെങ്കിലൊക്കെ പോകും. അപ്പോൾ നമ്മളെ കുരുമുളക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കഷായപ്പോൾ തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്കൊരു നല്ലതാണ്. അലർജിക്കും തുമ്പലിനും ഉള്ളിൽ പഴുപ്പോ കാര്യമോ കഫക്കെട്ടൊക്കെ പോകാൻ നല്ലതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിട്ട് ഇങ്ങനെ തിളച്ച് ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് പിന്നെ ഉപയോഗിക്കാം. അതിൽ ഞാൻ 2 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര കലക്കണ്ട എന്തിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇങ്ങനെ വറ്റിയൊരു പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി മെഡിസിനാണ്. അപ്പോൾ ഇതിന് 1/2 ടീസ്പൂൺ 3 നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മാറാത്ത ജലദോഷം പനിയൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.